A equal to set of all x such that x square minus 5x plus 6 equal to 0, B equal to 2 4, C equal to 4 5, then A cross B intersection C. A cross B intersection C എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കണം അല്ലേ. ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ അറിയാലോ, സെറ്റ് തിയറിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് എലമെന്റുകൾക്ക് കോമൺ ആയിട്ട് വരുന്ന ആളുകളെയാണ് ഇന്റർസെക്ഷനിൽ എടുക്കുക. ബി ഇന്റർസെക്ഷൻ സി രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 2 ഉണ്ട്, 4 ഉണ്ട്. 4 കോമൺ അല്ലേ. ഇറ്റ് ഇസ് 4. ഇനി എ എന്ന് പറയുന്ന സെറ്റ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ആണ് അല്ലേ, ഈക്വൽ ടു 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 that is equal to 0. അപ്പോൾ x equal to 2 and x equal to 3 എന്ന് കിട്ടും അല്ലേ. ഫാക്ടറൈസേഷൻ അറിയുണ്ടാവും. സ്പ്ലിറ്റിംഗ് മിഡിൽ ടേമോ ഫാക്ടറൈസേഷനോ ഏത് മെത്തേഡോ ഉപയോഗിക്കാൻ നമുക്ക് കിട്ടും. അപ്പോൾ x equal to 2, x equal to 3. അപ്പോൾ a എന്ന് പറഞ്ഞ സെറ്റ് എന്താ, 2 3 ആണ്. ഇനി a ക്രോസ് ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കാം. എന്താ വരിക, a ക്രോസ് ബി 2 4 and 3 4. 2 4 and 3 4. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ, കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. രണ്ടാമത്തെ ചോദ്യം. The relation defined in a non-empty set A having n elements. n elements ഉള്ള സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസിന്റെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. ഓൾറെഡി ഇപ്പോൾ നമ്മൾ പറഞ്ഞു എത്ര എണ്ണം ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു, ഡിസ്കസ് ചെയ്തതാണ്. എത്ര ഉണ്ടാവും, എത്ര റിലേഷൻസ് കാണും? n എലമെന്റുകളുള്ള ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്യാവുന്ന റിലേഷൻസിന്റെ എണ്ണം, എയിൽ നിന്നും എയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസിന്റെ എണ്ണം ചോദിക്കണേ. എത്ര ആയിരിക്കും? 2n² റിലേഷൻസ് ആയിരിക്കും. 2n² റിലേഷൻസ് ആയിരിക്കും കേട്ടോ. ഓപ്ഷൻ ഡി 2n² റിലേഷൻസ് ആയിരിക്കും. ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലേ. എ ക്രോസ് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ, 2n of A ക്രോസ് ബി, അതായത് 2n of A into n of B അല്ലേ. ഇവിടെ n of A തന്നെയാണ് രണ്ടും വരും. അപ്പോൾ 2n of A into n of A. ഓക്കെ, n of A എന്ന് പറഞ്ഞാൽ 2 ആണ്, n ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. n into n, അങ്ങനെയാണ് 2n² വന്നത് കേട്ടോ. 2n into n, 2n² റിലേഷൻസ് കാണും. ഇനി അടുത്ത് നോക്കൂ. സെറ്റ് മാത്തമാറ്റിക്സിന്റെ ഓൺലൈൻ ക്രാഷ് കോഴ്സ് മാത്ത് വി ലേണിംഗ് ആപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 999 രൂപയാണ് ഫീസ് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിൽ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതിന്റെ റെക്കോർഡഡ് സെഷൻസും പിന്നെ PDF നോട്ട്സും ഓൺലൈൻ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. 999 രൂപയാണ് ഫീസ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം. The number of relations that can be defined on the set ABCD. ABCD എന്ന് പറഞ്ഞ സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന റിലേഷൻസിന്റെ എണ്ണം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ABCDയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന റിലേഷൻസിന്റെ എണ്ണം 2n². 2n². ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 അല്ലേ. അപ്പോൾ 2 സ്ക്വയർ 216. 2n² ആണ് നമ്പർ ഓഫ് റിലേഷൻസ്. 2n എന്ന് പറഞ്ഞാൽ ഇവിടെ 4, 1 2 3 4 എലമെന്റ്സ് അല്ലേ ഉള്ളത്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. 216 ആണ് നമ്മുടെ ആൻസർ. 216 ആണ് ആൻസർ വരിക. നാലാമത്തെ ചോദ്യം നോക്കൂ. Question number 4. The relation R in the set of all real numbers defined as R equal to set of all AB belongs to R cross R, A less than or equal to B, is reflexive, transitive, symmetric and transitive, reflexive and symmetric equivalence relation. Relation define ചെയ്തേക്കുന്ന ശ്രദ്ധിച്ചു നോക്കുക. Ordered pair AB, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ് ആവണമെന്നുണ്ടെങ്കിൽ A should be less than or equal to B ആയിരിക്കണം. A less than or equal to B ആണെങ്കിൽ AB belongs to R എന്ന് നമുക്ക് പറയാം. അപ്പൊ ആദ്യം നമ്മൾ റിഫ്ലെക്സീവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഫോർ എവറി A belongs to R നമുക്ക് എന്താ എഴുതാൻ പറ്റും നോക്കിയേ. A is less than or equal to A എന്ന് എഴുതാം അല്ലെ. A എന്ന് പറയുന്നത് ചെറുതോ എനേക്കാളും ചെറുതോ എയോട് ഈക്വലോ ആണ്. എയോട് ഈക്വൽ ആണല്ലോ. അപ്പോൾ ഒബിയസ്ലി ഈ ഒരു റിലേഷൻ ശരിയായിരിക്കും എപ്പോഴും അല്ലെ. therefore നമുക്ക് എന്ത് പറയാം, A belongs to R എന്ന് പറയാം. അപ്പോൾ എന്താണ്, റിഫ്ലെക്സീവ് ആണ് റിലേഷൻ.
സംഗതി റിഫ്ലെക്സീവ് ആണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത് സിമ്മട്രിക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു എ ബി ബിലോങ്സ് ടു ആർ എടുത്തു. അവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റും. പക്ഷേ ബി എ ബിലോങ്സ് ടു ആർ എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ വേണം. ഇത് അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്, ഒരിക്കലും ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആവില്ല. therefore ബി എ ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. നോട്ട് സിമെട്രിക്. എന്തല്ല? സിമെട്രിക് അല്ല. ഓക്കെ, സിമെട്രിക് അല്ല. ഇനി എന്ത് വേണം? ട്രാൻസിറ്റീവ് ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ എ കൊമ ബി ആൻഡ് ബി കൊമ സി ബിലോങ്സ് ടു ആർ നമ്മൾ ചൂസ് ചെയ്തു. ഈ ആർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റിലേഷൻ ആണ് കേട്ടോ, ആർ. അതിൽ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയാം, അതുപോലെ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയാം. ഇത് കമ്പൈൻ ചെയ്താൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. അപ്പോൾ എന്തുവാണ്? ട്രാൻസിറ്റീവ് ആണ്. ഇക്വലൻസ് റിലേഷൻ അല്ല, കാരണം ഇറ്റ് ഇസ് നോട്ട് സിമെട്രിക് ബട്ട് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണോ? സംഗതി പിടികിട്ടിയോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം നമ്മൾ ചെയ്ത. അഞ്ചാമത്തെ ചോദ്യം, ഇഫ് എ ഈക്വൽ ടു 1 2 3 4 5 ബി ഈക്വൽ ടു 0 2 4 6 8 then the number of elements in A cross B intersection B cross A. A cross B intersection B cross A യിൽ എത്ര എലമെന്റുകൾ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. A cross B intersection B cross A യിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്ന് അറിയാനായിട്ട് എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഒരുപോലെ വരണം എന്നുണ്ടെങ്കിൽ എയിലും ബിയിലും എലമെന്റ്സ് സെയിം ആയിരിക്കണം. ഓക്കെ, എയിലും ബിയിലും എലമെന്റ്സ് സെയിം ആയിരിക്കണം. ഇവിടെ എയിലും ബിയിലും എലമെന്റ്സ് സെയിം അല്ല, പക്ഷേ സെയിം ആയിട്ടുള്ള എലമെന്റുകൾ കറസ്പോണ്ടിങ് ആയിട്ട് ഓർഡേഡ് പെയറുകൾ നമുക്ക് സെയിം ആയിട്ട് കിട്ടും. അതായത് ഇപ്പോൾ 2 4 2 2 ഉണ്ടാവും, പിന്നെ അതുപോലെ 2 4 ഉണ്ടാവും, അതുപോലെ 4 2 ഉണ്ടാവും, 4 4 ഉണ്ടാവും അല്ലേ. അപ്പോൾ 2 എലമെന്റുകൾ ഇവിടെയും 2 എലമെന്റുകൾ ഇവിടെയും, ഇത്രയും പോസിബിലിറ്റീസാണ് ഉള്ളത് അല്ലേ ഇന്റർസെക്ഷനിൽ വരാനായിട്ട്. ഇവിടുന്ന് എയിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 4 ബിയിൽ കറസ്പോണ്ടിങ് ആയിട്ട് 2 4 അല്ലേ. അപ്പോൾ ഇവിടെ ഇന്റർസെക്ഷനിൽ ഈ പറഞ്ഞ 2 4 എലമെന്റുകളാണ് ഉണ്ടാവുക. അതായത് 2 4 എന്ന് പറഞ്ഞാൽ അത്രയും എലമെന്റ് കൊണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ഓർഡേഡ് പെയറുകൾ. അതായത് 2 2 ഉണ്ടാവും, പിന്നെ 2 4 ഉണ്ടാവും, 4 2 ഉണ്ടാവും, 4 4 ഉണ്ടാവും. ഇത്രയും എലമെന്റുകളായിരിക്കും ഇതിനകത്ത് ഇന്റർസെക്ഷനകത്ത് ഉണ്ടാവുക. കാരണം ഈ 2 2 എന്ന് പറഞ്ഞ എലമെന്റ് എവിടെ ഉണ്ടാവും? എ ക്രോസ് ബിയിൽ ഉണ്ടാവും, ബി ക്രോസ് എയിൽ ഉണ്ടാവും. 2 4 എ ക്രോസ് ബിയിൽ ഉണ്ടാവും, ബി ക്രോസ് എയിൽ ഉണ്ടാവും. 4 2 എ ക്രോസ് എയിൽ ഉണ്ടാവും, ബി ക്രോസ് എയിൽ ഉണ്ടാവും. 4 4 എ ക്രോസ് എയിൽ ഉണ്ടാവും, ബി ക്രോസ് എയിൽ ഉണ്ടാവും. ഇതല്ലാതെ വേറെ എലമെന്റുകളൊന്നും എവിടെ ഉണ്ടാവില്ല, ഈ ഇന്റർസെക്ഷനകത്ത് ഉണ്ടാവില്ല. therefore we have 4 elements. എത്ര എലമെന്റ്സ് ആണ് ഇന്റർസെക്ഷനിൽ ഉണ്ടാവുക? 4 എലമെന്റ്സ് ആണ് ഇന്റർസെക്ഷനിൽ ഉണ്ടാവുക. ശരിയാണോ? ഓക്കെ, അഞ്ചാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം, let A equal to XYZ and B equal to ABCD. Which of the following is not a relation from A to B? എയിൽ നിന്നും ബിയിലേക്ക് അല്ലാത്ത, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത റിലേഷൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. റിലേഷൻ അല്ലാത്തത് ഏത്? താഴെ തന്നിട്ടുള്ളത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് റിലേഷൻ. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എയിലും സെക്കൻഡ് എലമെന്റ് ബിയിലും വരും. ഇത് ഫസ്റ്റ് എലമെന്റ് എന്നാണ്, സെക്കൻഡ് എലമെന്റ് ബി എന്നാണ്. ഫസ്റ്റ് എലമെന്റ് ഏതാണ്, സെക്കൻഡ് എലമെന്റ് ബി എന്നാണ്. ഇത് റിലേഷൻ ആണ് അല്ലേ. നമുക്ക് നോട്ട് എ റിലേഷൻ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ്, ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ്, ഇതും ഓക്കെയാണ്. ഇവിടെ എ ക്രോസ് ബിയിൽ സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ് ഫോർത്ത് എലമെന്റ്, ഓക്കെ, ഇതും സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ സെഡ് ബി തേർഡ് എലമെന്റ്, ഇതിലത്തെ സെക്കൻഡ് എലമെന്റ്. ഇവിടെ വൈ ബി, ആൻഡ് ഇവിടെ എ ഡി വന്നിട്ടുണ്ട്. ഈ എ എന്ന് പറഞ്ഞ എലമെന്റ് എവിടുത്തെ എലമെന്റ് ആണ്? ബിയിലെ എലമെന്റ് ആണ്. ഇറ്റ് ഇസ് നോട്ട് ബിലോങ്സ് ടു എ.
എ ഡി ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ, നമ്മുടെ റിലേഷനിൽ അല്ല എന്ന് പറയാം. ദർഫോർ റിലേഷൻ അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഇതാണ് റിലേഷൻ അല്ലാത്തത്. എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്.